നാളെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കേരളം ഒരു പുതിയ രാഷ്ട്രീയ അധ്യായത്തിനാകും സാക്ഷ്യം വഹിക്കുക. ഭരണ തുടർച്ച എന്ന LDFന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ, അതോ കപ്പിത്താൻ പടിയിറങ്ങുമോ? തരംഗമില്ലാത്ത ബലാബലമാണോ, അതോ എല്ലാം തൂത്തുവാരിയുള്ള വിജയമാണോ സംഭവിക്കുക? വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കേരളം ആരുടെ കൈകളിൽ ഒതുങ്ങുമെന്ന് 9:30 എന്തായാലും വ്യക്തമാകും. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ ജനവിധി വിരിയുമ്പോൾ അത് കേവലം ഒരു ഭരണമാറ്റത്തിന്റെ കണക്ക് പുസ്തകമാകില്ല, മറിച്ച് പിണറായി വിജയൻ എന്ന കരുത്തനായ ഭരണാധികാരിയുടെ രാഷ്ട്രീയ അപ്രമാദിത്വത്തിന് മേൽ ജനത നൽകുന്ന മുദ്രയാകുമെന്നാണ് വിലയിരുത്തൽ. എന്തായാലും എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങൾ പെരുമഴ തീർക്കുമ്പോഴും അടിയൊഴുക്കുകളിൽ പ്രകടമായ ഭരണവിരുദ്ധ വികാരം ഇടത് കോട്ടകളിൽ നേരിയ ആശങ്ക പടർത്തുന്നുണ്ട്. രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് തുടർച്ചയുണ്ടാകുമോ, അതോ കപ്പിത്താൻ കപ്പലിൽ നിന്നും വീഴുമോ എന്ന ചോദ്യത്തിന് എന്തായാലും നാളെയാണ് ഉത്തരം. എക്സിറ്റ് പോളുകളിൽ ബഹുഭൂരിപക്ഷവും UDFന് നേരിയ മുൻതൂക്കം നൽകുമ്പോഴും മാന്ത്രിക സംഖ്യയായ 70 കടക്കാൻ ഇരു മുന്നണികളും കിതയ്ക്കുമെന്ന സൂചനകൾ തൂക്കുസഭ എന്ന സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. 90 സീറ്റ് എന്ന സുരക്ഷിത ഭൂരിപക്ഷം ആർക്കും പ്രവചിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ നേരിയ ഭൂരിപക്ഷത്തിൽ ആര് അധികാരത്തിലെത്തിയാലും അത് കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു ബലാബലത്തിന്റെ തുടക്കമാണ്. ഏതായാലും UDF ഭരണം ലഭിക്കുമെന്ന പ്രവചനങ്ങൾ ശരിയായാൽ അത് പിണറായി ഭരണത്തോടുള്ള ജനങ്ങളുടെ പരസ്യമായ വിയോജിപ്പാണ്. അതങ്ങനെ വിലയിരുത്താൻ സാധിക്കും. ഏതായാലും ശബരിമല വിഷയത്തിന്റെ അലയൊലികളും ന്യൂനപക്ഷ ഏകീകരണവുമാണ് ഇത്തവണ UDFന് കരുത്തേൽക്കുന്ന പ്രധാന ഘടകങ്ങൾ. പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടത് സ്വീകരിച്ച നിലപാടുകൾക്ക് അപ്പുറം, അതായത് ഭരണമാറ്റം എന്ന ലക്ഷ്യത്തോടെ ന്യൂനപക്ഷ വോട്ടുകൾ UDFലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. വിശ്വാസ സംരക്ഷണത്തിനായി UDF നടത്തിയ നീക്കങ്ങൾ ഹൈന്ദവ വോട്ടുകളിലും വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തരംഗം എന്ന വാക്കിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. സീറ്റുകൾ 80 കടന്നാൽ അത് മാറ്റത്തിനു വേണ്ടിയുള്ള തീവ്രമായ ജനാഭിലാഷമായി മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 2021 99 സീറ്റുകളോടെ ഇടതുപക്ഷം തുടർച്ച നേടിയത് ഒരു തരംഗമായിരുന്നു. എന്നാൽ ഇത്തവണ ഒരു ഏജൻസിയും LDFന് 70 സീറ്റിൽ കൂടുതൽ നൽകുന്നു എന്നത് ഭരണപക്ഷത്തിനുള്ള അപായ സൂചന കൂടിയാണ്. അതായത് അവർക്ക് 70 സീറ്റ് കിട്ടുന്നില്ല എന്നാണ് അവർ ഊട്ടിയുറപ്പിക്കുന്നത്. UDFന്റെ വോട്ട് വിഹിതം 40% ഉയരുമ്പോൾ ഇടതിന് അത് 38% താഴുമെന്ന കണക്കുകളാണ് കാണിക്കുന്നത്. സ്വാഭാവികമായി ഈ കണക്കുകൾ ഇവരുടെ ചങ്കെടുപ്പ് കൂട്ടുന്നുണ്ട്. BJP നയിക്കുന്ന NDAയുടെ സാന്നിധ്യമാണ് ഇത്തവണത്തെ ഫലപ്രഖ്യാപനത്തെ എക്സ് ഫാക്ടർ. BJP വോട്ട് വിഹിതം 17% മുകളിലേക്ക് പോവുകയും ഒന്നിലധികം സീറ്റുകൾ നേടുകയും ചെയ്താൽ അത് ഇരു മുന്നണി സംവിധാനത്തിന്റെ അടിവേരിറക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. വോട്ട് വിഹിതത്തിലെ ഈ മാറ്റം ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ വിജയത്തെ അട്ടിമറിക്കാൻ പര്യാപ്തമാണ്. വോട്ടുകൾ പല തട്ടുകളായി ഭിന്നിച്ചു പോയാൽ അത് കേരളത്തെ ഒരു തൂക്കുസഭയുടെ എത്തിക്കും. ഇടതു മുന്നണിക്കുള്ളിൽ തന്നെ സർക്കാരിന്റെ ചില നയങ്ങൾക്കെതിരെ ഉയർന്ന അമർഷം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നതാണ് പാർട്ടിയെ അലട്ടുന്ന പ്രധാന ചോദ്യം. പാർട്ടി കേഡറുകൾക്ക് അപ്പുറത്തുള്ള സ്വതന്ത്ര വോട്ടർമാരുടെ പിന്തുണ ചോർന്നാൽ അത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അന്ത്യത്തിന് വഴി തുറക്കും. എന്തായാലും അഴിമതി ആരോപണങ്ങളും പിൻവാതിൽ നിയമന വിവാദങ്ങളും വോട്ടർമാരുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നത് നാളെ അറിയാം. ഭരണവിരുദ്ധ വികാരം ഒരു തരംഗമായി മാറിയാൽ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള UDFന് അത് അനായാസ വിജയമൊരുക്കും. എന്നാൽ അടിയൊഴുക്കുകൾ LDFന് അനുകൂലമാണ് എന്ന കണക്കുകൂട്ടലുകൾ തന്നെയാണ് ഇപ്പോൾ CPM. വികസന തുടർച്ച എന്ന മുദ്രാവാക്യത്തിന് ജനങ്ങൾ നൽകുന്ന മാർക്ക് നാളെ പുറത്തു വരും. എന്തായാലും വോട്ടുപെട്ടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് വാഴ്ത്തലുകളുടെയോ അതോ വാളെടുക്കലുകളോ എന്നറിയാൻ ഇനി കുറച്ചു മണിക്കൂറുകൾ മാത്രമേ നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ.